നമസ്കാരം. വിഷുഫലത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോയിൽ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വർഷം തന്നെ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെല്ലാം പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുക തന്നെ ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷകരമായ അനുഭവങ്ങൾ, അതായത് നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ട്, കടബാധ്യത എന്നീ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് പ്രശ്നം എന്നുള്ളതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം മാസത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ എന്താണ് വിഷയമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം, അതായത് ഒരു ചെറിയൊരു സഹായം ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേരും നാളും കൃത്യമായി രേഖപ്പെടുത്തുക, വിഷയവും കൂടി രേഖപ്പെടുത്തുക. വിഷുഫലത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. ഉദ്യോഗ കയറ്റം ഉണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അംഗീകാരം, ബഹുമാനം എന്നിവ വന്നു ചേരും. സഹോദരങ്ങൾക്ക് ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. പണമിടപാടുകൾ കൃത്യത പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. സാധിച്ചെടുക്കുവാൻ വിഷമം എന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അകന്നു നിന്ന കുടുംബാംഗങ്ങൾ ഒരുമിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗങ്ങളിൽ എല്ലാം നേട്ടവും അംഗീകാരവും ലഭിക്കുന്ന ഒരു വർഷം. സ്ഥാനമാറ്റം അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായി കാണുന്നൊരു വർഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ, ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. ദൂരയാത്രകൾ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും, നേട്ടങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. പ്രണയബന്ധങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. അതിലൂടെ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. കുടുംബജീവിതത്തിലും അതുപോലെയുള്ള സന്തോഷവും സമാധാനവും കൈവരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്ത് ഉയർച്ചയും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അകന്നു നിന്ന ബന്ധുക്കൾ ഒന്നിക്കുവാൻ സാധ്യതയുണ്ട്. പഠന നിലവാരം ഉയരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ തടസ്സങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നു. വിദേശത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുവാനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ വീടുകളിൽ നിന്നും ധനസഹായം,
ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും, ഭർത്താവിന് ഭാര്യയുടെ വീട്ടിൽ നിന്നും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷം. സന്തോഷമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നൊരു വർഷം. സർവ വസ്തുക്കളും നിങ്ങൾ ജീവിതത്തിൽ വരുന്ന ഏത് മേഖലയിൽ നിന്നാലും സർവ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. എത്ര തന്നെ നേട്ടങ്ങളും വിജയങ്ങളും വന്നാലും അപകീർത്തി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. മാനഹാനി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നിങ്ങളെ അപമാനിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. ഈ വ്യക്തികൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വലിയ പേടിയായിരിക്കും. പിതാവിൽ നിന്നോ ഗുരുജനങ്ങളിൽ നിന്നോ ഉപദേശവും ധനലാഭവും നേടുവാൻ സാധിക്കും. ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും വിജയത്തിൽ എത്തിച്ചേരുകയും ധനലാഭം ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും. എന്നാൽ വാഹന സംബന്ധമായി ഒരു നഷ്ടം കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യങ്ങളും മാറ്റി വാങ്ങുന്നതിനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും. കലാപരമായ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടം, വിജയം, അംഗീകാരം, ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. കഴിവുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അംഗീകാരം ഇവിടെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അലസത മാറ്റിവെച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. ഓർമ്മക്കുറവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓർമ്മക്കുറവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഒരു സാധനം, പല വിലപിടിപ്പുള്ള സാധനങ്ങൾ, രേഖകൾ, സ്വർണം, പണം ഇവ മറന്നു പോകുക, കളഞ്ഞു പോകുക, മറ്റാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവരെയും വ്യക്തികളെയും നമ്മൾ നിന്നും വിട്ട് പോകാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച പലരും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുന്നത്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നതും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം ദോഷകരമായി മാറും. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്തു തീർക്കുക. അതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്താൽ മാത്രമേ നേട്ടമുണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറയുന്നതിനും വേണ്ടി നമ്മൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. സ്വാമിക്ക് വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.